ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഗുജറാത്തിലെ ജാംനഗർ എന്ന സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ജാംനഗർ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഞങ്ങളിതുവരെ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ എക്സ്പോയിലൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നു കേട്ടോ ഗായ്സ്. രജിസ്റ്റർ ചെയ്യണം, നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് വെക്കണം. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളത് കാണിച്ചിട്ട് എൻട്രൻസിൽ കാണിക്കണം. അപ്പോൾ നമ്മളങ്ങനെ എൻറ്റർ ചെയ്തു. അപ്പോൾ ഈ എക്സ്പോൻ്റെ ഉള്ളിൽ കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ ഗൈസ്. കുറേ കമ്പനീസിൻ്റെ ഒരു ട്രേഡ് എക്സിബിഷനാണ് ശരിക്കും പറഞ്ഞാൽ. മേക്ക് ഇൻ ഇന്ത്യൻ്റെ ഒരു ട്രേഡ് എക്സിബിഷൻ പോലെയാണ്. പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഗൈസ്, ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഹാൾ 1 കയറി. അപ്പോൾ ഇതുപോലെ ഒരു 6 ഹാളുണ്ട് ഇവിടെ. അപ്പോൾ 6 ഹാളിലും കുറേ കാണാനുണ്ട് കേട്ടോ ഗൈസ്. കുറേ മെഷീനറി നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ചിലതൊക്കെ എന്തൊക്കെയാണ് മെഷീനറി എന്ന്. പിന്നെ നമ്മളവിടെ ചോദിച്ചു എന്തൊക്കെയാണ് മെഷീനറി, അതിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ചോദിച്ചു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ലിസ്റ്റ്. കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ബോർഡാണ്. അങ്ങനെ 2 ബോർഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം നമ്മൾ കണ്ട മെഷീനറി ഇതാണ് കേട്ടോ ഗൈസ്. ഇതൊരു കാർവിങ്, നമ്മൾ സിൽവറും സ്റ്റീലും പിന്നെ ബ്രാസിലൊക്കെ എന്തൊക്കെയാണ് കാർവിങ് ചെയ്യുന്ന ഒരു മെഷീനാണ്. നമുക്കും കൂടുതൽ മനസ്സിലായില്ല. നമ്മൾ പിന്നെ അവരുടെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്നു ഇതൊക്കെയാണ് കേട്ടോ കാർവ് ചെയ്തിരിക്കുന്നത്. നന്നായി ബ്യൂട്ടിഫുള്ളായിട്ട് കാർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരെ നമുക്ക് സ്ക്രീനിൽ LED ബോർഡിലും കാണിച്ചു തരുന്നുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് സ്ക്രീനും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇത് കുറച്ച് ലബോറട്ടറി ഐറ്റംസ്, ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ്. പിന്നെ ഈ ഗുജറാത്തിലെ ജാംനഗറാണ് കേട്ടോ ഗൈസ് ഏഷ്യയിലെ ലാർജസ്റ്റ് ബ്രാസ് സിറ്റി ജാംനഗറാണ്. അപ്പോൾ അതറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബ്രാസ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ജാംനഗറിലാണ്. പിന്നെ ഓൾമോസ്റ്റ് 5000 യൂണിറ്റ്സ് ഉണ്ട്, ബ്രാസ് യൂണിറ്റ്സ് ഉണ്ട് കേട്ടോ ജാംനഗറിൽ തന്നെ. ജാംനഗർ ഗുജറാത്തിലെ സ്ഥലമാണ്. അപ്പോൾ ഇന്ത്യയിലെ ബ്രാസ് സിറ്റി എന്നറിയപ്പെടുന്നത് ജാംനഗറാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഈ എക്സ്പോയിൽ കൂടുതലും ബ്രാസ് ഐറ്റംസും ബ്രാസിൻ്റെ കമ്പനീസായിരുന്നു കൂടുതലും. ഇതും അതുപോലെ കട്ടിങ്ങും വെൽഡിങ്ങും പിന്നെ ഡ്രില്ലിങ്ങും ഒക്കെ ചെയ്യണ ഒരു ഐറ്റംസ് എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടോ ഗൈസ്. അത് അവർ നമുക്ക് പറഞ്ഞു തന്നു. അത് ഹിന്ദിയിലാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾക്ക് ഓഡിയൻസിന് മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം മലയാളത്തിലേക്ക്. അപ്പോൾ അതുപോലെ ബ്രാസിൻ്റെ ഐറ്റംസ് മാത്രമല്ല കേട്ടോ ഗൈസ്. ഇത് എക്സ്പോൻ്റെ ഉള്ളിൽ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് റിലേറ്റഡ് കുറേ ഇങ്ങനത്തെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ കണ്ടത്. ഇങ്ങനെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി, അവൻ്റെ എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് അറിയാൻ പറ്റി. അപ്പോൾ ഇതും കുറേ മെഷീനറീസൊന്നും നമുക്ക് മനസ്സിലായില്ല കേട്ടോ ഗൈസ് എന്തൊക്കെയാണെന്ന്. അവർ ഈ എക്സ്പോയിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷേ ശരിക്കും അതെല്ലാം കാണിക്കുന്ന വീഡിയോ ഓൾമോസ്റ്റ് 1 hour 2 hour മേലെ പോവും. അത്ര വലിയ വീഡിയോ ഒന്നും നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്തൊക്കെ കാണിച്ചു. അപ്പോൾ ഇത് ഒരു എക്യുപ്മെൻറ്റ്, നമ്മൾ എന്തെങ്കിലും ഇറേഴ്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു മൈക്രോസ്കോപ്പാണ് കേട്ടോ ഗൈസ്. മെറ്റൽ ഡിറ്റക്റ്റ് ചെയ്യുന്ന മൈക്രോസ്കോപ്പാണ്. നമ്മൾ അവരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ചെറിയൊരു സാധനമാണ് മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് സ്ക്രീനിലൂടെ അവർ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ആ സാധനം. ഇതെന്താ മനസ്സിലായില്ല. പക്ഷേ ഇതിൽ ഇങ്ങനത്തെ ചെറിയ സാധനത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടുള്ള മൈക്രോസ്കോപ്പാണ് കേട്ടോ. അതവർ കറക്റ്റായി നമുക്ക് പറഞ്ഞു തന്നു. ഇതും അതുപോലൊരു ടൈമിംഗ് ബെൽറ്റ് എന്ന് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ. അതേ ഇൻഫോർമേഷൻ വെച്ച് ഞാൻ പറയണം കേട്ടോ ഗൈസ്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മെഷീൻസിലൊക്കെ യൂസ് ചെയ്യുന്ന എന്തൊരു സാധനമാണ്. അപ്പോൾ അതും ഞങ്ങൾ കണ്ടു. ഇത് ഗോൾഡ്, സിൽവർ, മെറ്റൽ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഗൈസ്. പിന്നെ ടെസ്റ്റ് ചെയ്യും അതൊക്കെ കറക്റ്റാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യണ സാധനമാണ്. അത് നമുക്ക് കാണുമ്പോൾ വോക്കി ടോക്കി പോലെയൊക്കെ തോന്നും, പക്ഷേ ഡിറ്റക്ടറാണ്. അത് അവർ കറക്റ്റായി അവർ പറഞ്ഞു തന്നു. പിന്നെ അവിടെ ഇൻഫർമേഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സ്ലോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്ലോട്ടിലും അതിൻ്റേതായ ഇൻഫർമേഷൻസൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. അവരുടെ ഒരു കമ്പനിയിൽ തന്നെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ടീമിലുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരും, നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് അവൻ്റെ വിസിറ്റിംഗ് കാർഡ്, പിന്നെ വിസിറ്റ് ചെയ്തതിൻ്റെ ചെറിയ ഗിഫ്റ്റ്സ് അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതും അതുപോലെ തന്നെ ഒരു ഓയിൽ
പ്യൂരിഫൈങ് എന്തോ ഒരു മെഷീനാണ്. എനിക്കും കറക്റ്റായി മനസ്സിലായില്ല, എന്നാലും കാണുമ്പോൾ അതുപോലെ ഉണ്ട്. പിന്നെ നമ്മൾ കുറേ അവിടെ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഗൈസ് നമ്മുടെ ചാനൽ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്, സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഇത് ക്രെയിൻ പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ക്രെയിനാണ്. പിന്നെ അവിടെ തന്നെ ഈ എക്സിബിഷനിൽ ഓൾമോസ്റ്റ് എല്ലാ മെഷീൻസും നമുക്ക് അവർ ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ചിലതൊന്നും കാണിക്കുന്നില്ല, പക്ഷേ കുറേയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് അതുപോലെ തന്നെ കട്ടിങ് ആണ് കേട്ടോ ഗൈസ്, മെറ്റൽ കട്ടിങ് ഡിസൈനിങ് ഒക്കെ ചെയ്യുകയാണ്, പാറ്റേൺ വർക്കൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ ആ സ്പോട്ടിൽ ഒരു 4-5 മെഷീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടിങ്, എനിക്ക് തോന്നുന്നു മെഷീൻ്റെ ഉള്ളിലുള്ള പാർട്സൊക്കെ ഡിസൈൻ ചെയ്യണ ഒരു മെഷീനാണ്. അപ്പോൾ ഇവർ ഡിസൈൻ ചെയ്ത സാധനങ്ങൾ അവിടെ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ മെഷീൻ ഡിസൈൻ ചെയ്ത സാധനങ്ങൾ. ഇത് പാർട്സാണ്, ചെറിയ ചെറിയ പാർട്സ്, വലിയ പാർട്സ് മുതൽ ചെറിയ പാർട്സ് വരെ ഉണ്ട് കേട്ടോ ഗൈസ്. നല്ല ഹെവിയാണ് ഇത്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ അതിനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. നല്ല ഹെവിയുള്ള സാധനങ്ങളാണ്. അത് ഈ മെഷീനിലൂടെ തന്നെ നമുക്ക് ചെറിയ സാധനങ്ങൾ വലിയ സാധനം വരെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അത് കാണാനൊക്കെ നല്ല രസമായിരുന്നു. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നല്ല എക്സൈറ്റ്മെൻറ്റിലൂടെ ഞങ്ങൾ അവിടെ തന്നെ കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. ഇത് അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ഗൈസ് നടക്കുന്ന. ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ എൻറ്റയർ പ്രോസസ്സ് അവർ നമുക്ക് ഇവിടെ എക്സിബിഷനിൽ കാണിക്കുന്നുണ്ട്, ഓരോരോ പാർട്ടായിട്ട്. ആദ്യം ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ മുതൽ അത് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സ്, പിന്നെ പ്യൂരിഫൈ ആയിട്ട് വരുന്ന വെള്ളം വരെ അവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻഫോർമേറ്റീവാണ് കേട്ടോ. ശരിക്കും കുട്ടികളായാലും വലിയവർക്കായാലും നല്ല ഇൻഫോർമേഷൻ, എങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് കറക്റ്റ് അവർ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് സ്ക്രൂ ബോൾട്ട്, ശരിക്കും നമ്മൾ ബൗളിൽ എന്തൊക്കെയോ ഫുഡ് വെച്ച പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. നമ്മൾ കണ്ട് ചെറിയ സ്ക്രൂ മുതൽ വലിയ സ്ക്രൂ, ബോൾട്ട്, അതിൻ്റെ ബ്രാസിൻ്റെ ആയിക്കോട്ടെ സ്റ്റീലിൻ്റെ ആയിക്കോട്ടെ അലുമിനിയം, എല്ലാത്തിൻ്റെയും ഐറ്റംസ് ഉള്ള അടങ്ങിയ ഒരു ചെറിയ, അതിൻ്റെ എല്ലാ സാമ്പിളും അവർ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ സ്വിച്ച് ബോർഡ് ആയാലും അതിൽ യൂസ് ചെയ്യുന്ന പ്ലേറ്റ്സ്, അതെല്ലാം അവർ ഈ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു എൽ ഇ ഡി ബൾബ്സ് ഉണ്ടായില്ലേ, നമ്മുടെ LED ബൾബ്സിൻ്റെ ഒരു കമ്പനി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കുറേ പല വെറൈറ്റീസ് ഓഫ് LED ബൾബ്സ്, പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ, പിന്നെ റിംഗ് ലൈറ്റ് പോലെ നമ്മൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന റിംഗ് ലൈറ്റ് പോലെ, അതൊക്കെ അവർ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഇതൊരു ഹൈഡ്രോളിക് മെഷീനാണിത്. എനിക്ക് ശരിക്കും അറിയില്ല എന്താണെന്ന്. ഹൈഡ്രോളിക് പ്രസ് എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കും കറക്റ്റ് അറിയില്ല കേട്ടോ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ എക്സിബിഷനിൽ. കൂടുതൽ എല്ലാം ഇഷ്ടപ്പെട്ടു, എന്നാലും ഇതായിരുന്നു കൂടുതൽ. ഇത് ഫുൾ എൻറ്റയർ ബ്രാസ് കമ്പനിയാണ്, ബ്രാസിൻ്റെയാണ്, ഫുൾ ഐറ്റംസും ബ്രാസിൻ്റെയാണ്. ഈച്ച് ആൻഡ് എവറി നമുക്ക് നമ്മുടെ വീട്ടിന് വേണ്ടിയുള്ള ഡോറിൻ്റെ പാർട്സ്, ഡോറിൽ നമ്മൾ വെക്കുന്ന ഹാൻഡിലായിക്കോട്ടെ, അതിൻ്റെ ഡിസൈൻ വർക്ക് ആയിക്കോട്ടെ, എല്ലാം ആണ് കേട്ടോ. ഇതെല്ലാം പ്യുവർ ബ്രാസിലാണ്. അപ്പോൾ അതായിരുന്നു കാണാൻ കുറച്ചും കൂടി ഭംഗി. നമുക്ക് കുറേ ഉണ്ടായിരുന്നു, പല ടൈപ്പ് ഓഫ് ഹാൻഡിൽസ്, നമ്മുടെ ഡോർ ഹാൻഡിൽസ്, പിന്നെ നമ്മൾ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളായിക്കോട്ടെ, പിന്നെ നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യണ, ബാത്റൂമിൽ ഫുൾ സ്റ്റാൻഡ് സെറ്റ്, പിന്നെ നമ്മൾ വാഷിംഗ് സോപ്പൊക്കെ വെക്കണ അതെല്ലാം ഒരു സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് അതുപോലെ തന്നെ ഫുള്ളി ബ്രാസിലുണ്ടാക്കിയ മൂർത്തീസാണ് കേട്ടോ ഗൈസ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ തന്നെ. ഇത് ഫ്രണ്ടിൽ തന്നെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ മൈന്യൂട്ട് കാര്യം വരെ അവർ കറക്റ്റായിട്ട് കാർവ് ചെയ്ത് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കുറേ ചെറിയ ചെറിയ മൂർത്തീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതൊക്കെ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ലേസർ കട്ടിങ് മെഷീനാണ് കേട്ടോ ഗൈസ്.
ലേസറിൽ നമ്മുടെ തിൻ അലുമിനിയം ഷീറ്റിലൊക്കെ ലേസർ കട്ടിങ് വെച്ചിട്ട് ഡിസൈൻ പാറ്റേൺ വർക്കൊക്കെ ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഈ കാർഡ് പോലെ പിടിച്ച് ഇതൊക്കെ ആ ലേസർ മെഷീൻ വെച്ച് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ സാമ്പിളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മെഷീനിൽ യൂസ് ചെയ്യുന്ന സാമ്പിളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കാണാൻ ഒരു അടിപൊളി എത്തുന്നത് സ്പ്രിങ്. നമ്മൾ കുറേ സ്ഥലത്ത് സ്പ്രിങ് യൂസ് ചെയ്യുന്നുണ്ടാവും. കുറേ മെഷീൻസ് ആയിക്കോട്ടെ, കുറേ നമ്മുടെ സൈക്കിൾ വരെ സ്പ്രിങ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ തന്നെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇത് അതുപോലെ ഗിഫ്റ്റ് പ്രൊഡക്ട്സും പിന്നെ നമ്മൾ ട്രോഫീസൊക്കെ യൂസ് ചെയ്യുമല്ലോ, കുറേ സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ. അപ്പോൾ ആ ട്രോഫീസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ട്രോഫീസ് മാത്രമല്ല, കുറേ ഗിഫ്റ്റ് പ്രൊഡക്ട്സ്, യുണീക്കായ ഗിഫ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പർച്ചേസും ചെയ്യാം കേട്ടോ ഗൈസ്. ബാഗ്സ് ആയിക്കോട്ടെ, ഗിഫ്റ്റ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതും പറ്റും. പിന്നെ നമുക്ക് കണ്ട് അവൻ്റെ വിസിറ്റിംഗ് കാർഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നീടാണെങ്കിൽ നമുക്ക് അവനെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ശരിക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ ഗൈസ് എക്സ്പോയിൽ തന്നെ. നമ്മൾ പോയ ടൈമും അതുപോലെ ആയിരുന്നു, രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ ഒരു മസാജറായിരുന്നു കേട്ടോ ഗൈസ്, ബോഡി മസാജർ പോലെ ഒരു പില്ലോ ആണത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി തിരക്കുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് അവിടെ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പില്ലോയിലിരുന്ന് എങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. അപ്പം മമ്മിയൊക്കെ പോയി ഇരുന്നു. മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് അപ്പം നമ്മുടെ പില്ലോ. നമുക്ക് ചെയറിലായിക്കോട്ടെ എവിടെ വേണമെങ്കിലും ഈ പില്ലോ പോലൊരു സാധനമാണ്, പില്ലോ വെക്കാം. പപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അതും വാങ്ങാം, അവിടെ നിന്ന് വാങ്ങാം. അപ്പോൾ ഞങ്ങളങ്ങനെ ലാസ്റ്റ് ഹോളെത്തി കേട്ടോ ഗൈസ്. എല്ലാ ഹോളും കറങ്ങി ലാസ്റ്റ് 6th ഹോളെത്തി. അപ്പോൾ ഇവിടെയാണ് കുറേ വണ്ടികൾ, നമ്മൾ കുറേ നമുക്ക് അറിയുന്ന ഫെമിലിയറായ കമ്പനീസിൻ്റെ ഇലക്ട്രോണിക് മോഡൽ വണ്ടികളും പിന്നെ അവൻ്റെ പുതിയ ലോഞ്ചും ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം. പിന്നെ നമുക്ക് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം കേട്ടോ ഗൈസ്. കുറേ ഓഫറും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് വണ്ടികളാണ്. അപ്പോൾ അതും 2 വീലർ ആയിക്കോട്ടെ 4 വീലർ ആയിക്കോട്ടെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ കുറേ നമുക്ക് ഇങ്ങനത്തെ കമ്പനീസ് അല്ലാണ്ട് ബാങ്കും റെയിൽവേ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങളൊരു ചെറിയ പോർഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഗൈസ് എക്സ്പോൻ്റെ. ഇതൊരു ഗ്രാൻഡ് എക്സ്പോ ആയിരുന്നു. ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ഇൻ്റർനാഷണൽ എക്സ്പോ ആയിരുന്നു. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ശരിക്കും ലോങ് ആകേണ്ട വേണ്ടി ഞങ്ങൾ കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ. ഇതൊരു 3 ഡേയ്സിൻ്റെ എക്സ്പോ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.